ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ മേഖലകളിൽ സമഗ്ര മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് 1698 കോടി രൂപ, റബ്ബറിന്റെ താങ്ങുവില 170 നിന്ന് 180 വർദ്ധിപ്പിച്ചു. ക്ഷേമ പെൻഷൻ വർധനയില്ല. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി പരിഗണനയിൽ. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകും. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 250 കോടി, AI സാങ്കേതിക സാക്ഷരതയ്ക്ക് 1 കോടി. വിനോദസഞ്ചാര മേഖലയ്ക്ക് 351 കോടി, മേക്ക് ഇൻ കേരളയ്ക്ക് 1829 കോടി, 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ, കായിക മേഖലയിൽ 10,000 തൊഴിലവസരങ്ങൾ. അടുത്ത വർഷത്തോടെ കേരളം അതിദരിദ്രമുക്തമാകുമെന്ന് കെ.എൻ. ബാലഗോപാൽ. യാഥാർത്ഥ്യ ബോധമില്ലാത്ത ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരുന്നു. ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറയും. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയ്ക്ക് ആശ്വാസം പകരാനും സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കാനും ലക്ഷ്യമിട്ടുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത വർഷം നവംബറോടെ കേരളം അതിദാരിദ്ര്യമുക്തമാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മുന്നേറ്റം വിഭാവനം ചെയ്യുന്ന ബജറ്റ് വ്യാവസായിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിനും വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടുത്ത സാമ്പത്തിക വർഷം 10.5 കോടി തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കും. 3496.5 കോടി രൂപ വേതനമായി ലഭ്യമാക്കാനാണ് പദ്ധതി. ഇതിനുള്ള സംസ്ഥാന വിഹിതമായി 230 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. 6 ഗഡുവാണ് നിലവിലുള്ള കുടിശ്ശിക. നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിച്ച് സർക്കാർ ജീവനക്കാർക്കായി പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കും. ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ ഇക്കുറി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾക്ക് ധനസഹായത്തിന് 90 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്ത് ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. കാർഷിക മേഖലയ്ക്ക് 1698 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ വർദ്ധിപ്പിച്ച് 180 രൂപയാക്കി. രണ്ടാം കുട്ടനാട് പാക്കേജിന് 5 കോടി അനുവദിച്ചു. വിശദാംശങ്ങളിലേക്ക്. നെല്ലുൽപാദനത്തിന് 93.6 കോടി, നാളികേര വികസന പദ്ധതിക്ക് 65 കോടി, സുഗന്ധവ്യഞ്ജന കൃഷിക്ക് 4.6 കോടി, വിളകളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ 2 കോടി, വിള പരിപാലനത്തിന് 13 കോടി, കേരള ഫീഡ്സിന് 16 കോടി, മണ്ണ് സംരക്ഷണത്തിന് 89 കോടി, കുട്ടനാട്ടിലെ അടിസ്ഥാന വികസനത്തിന് 100 കോടി, പെട്ടിയും പറയും സ്ഥാപിക്കാൻ 36 കോടി, വിഷരഹിത പച്ചക്കറിക്ക് 78 കോടി, കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി എന്നിങ്ങനെ വകയിരുത്തി. കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 2,36,344 തൊഴിലവസരങ്ങളാണ് കാർഷിക മേഖലയെ സൃഷ്ടിച്ചത്. കാർഷിക മേഖലയ്ക്ക് 2024-25 വാർഷിക പദ്ധതിയിൽ ആകെ 1698.30 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീരവികസനത്തിന് 180.25 കോടി, മൃഗപരിപാലനത്തിന് 535.9 കോടി, മത്സ്യബന്ധന മേഖലയ്ക്ക് 327 കോടി, ഉൾനാടൻ മത്സ്യബന്ധനത്തിന് 80 കോടിയും അനുവദിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. തീരശോഷണമുള്ള മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാനുള്ള പുനർഗേഹം പദ്ധതിക്ക് 40 കോടി, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് 10 കോടി, മത്സ്യത്തൊഴിലാളികൾക്കുള്ള അപകട ഇൻഷുറൻസിന് 11 കോടി, പൊഴിയൂരിൽ ചെറു മത്സ്യബന്ധന തുറമുഖത്തിന് 5 കോടി, തീരദേശ വികസനത്തിന് 10 കോടി എന്നിങ്ങനെയും ബജറ്റിൽ വകയിരുത്തി. തീരസംരക്ഷണത്തിന് 15 കോടിയും മത്സ്യബന്ധന മേഖലയ്ക്ക് പഞ്ഞമാസ ആശ്വാസത്തിനായി 22 കോടിയും വകയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 6.67 കോടി, സർക്കാർ ആശുപത്രികളിൽ പുറത്തുനിന്ന് ഫണ്ട് ശേഖരിക്കും. കാരുണ്യ പദ്ധതിയിൽ ബജറ്റ് വിഹിതത്തിന്റെ 3 ഇരട്ടി ചെലവഴിച്ചു. പദ്ധതിക്കായി സർക്കാർ ഇതുവരെ 2,545 കോടി രൂപയാണ് ചെലവഴിച്ചത്. 5 പുതിയ നഴ്സിംഗ് കോളേജ് തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പദ്ധതിക്കായി 29 കോടി, കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 14.5 കോടി, മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടി, ഹോമിയോ മേഖലയ്ക്ക് 6.8 കോടി, പാലക്കാട് മെഡിക്കൽ കോളേജിന് 50 കോടി, ലബോറട്ടറി നവീകരണത്തിന് 7 കോടി രൂപ എന്നിങ്ങനെ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു.
ആയുഷ് പദ്ധതിക്ക് 25 കോടി, കോഴിക്കോട് ഇംഹാൻസിന് 3.6 കോടി രൂപ, ആരോഗ്യ സർവകലാശാലയ്ക്ക് 11.5 കോടി രൂപ, കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന് 14.5 കോടി രൂപ എന്നിങ്ങനെയും വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി കൂടുതൽ കെയർ സെന്റർ തുടങ്ങുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ അന്തർദേശീയ കേന്ദ്രങ്ങളായിരിക്കും ആരംഭിക്കുക. കേരളത്തിന് പുറത്തുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇവിടെ പരിചരണം നൽകും. കെയർ ഹബ്ബായി കേരളത്തെ മാറ്റിയാൽ അത് സമ്പദ് മേഖലയ്ക്ക് നേട്ടമാകുമെന്നും ശ്രീ ബാലഗോപാൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിന് 8,532 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ന്യൂനപക്ഷ ക്ഷേമത്തിന് 73.63 കോടി രൂപ, നിർഭയ പദ്ധതിക്ക് 10 കോടി, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള മഴവില്ല് പദ്ധതിക്ക് 5 കോടി രൂപ, വയോമിത്രം പദ്ധതിക്കായി 27.5 കോടി, ആശ്വാസകിരണം പദ്ധതിക്ക് 50 കോടി, സ്ത്രീ സുരക്ഷയ്ക്ക് 10 കോടി, ജെൻഡർ പാർക്കിന് 91 കോടി രൂപ, സീഡ് ഫണ്ടിന് 5 കോടി, SCERTക്ക് 21 കോടി രൂപ എന്നിങ്ങനെയും വകയിരുത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരും. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ അനുമതി നൽകും. സംസ്ഥാനത്ത് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. പഠനത്തിനായി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കൂടുന്നത് പരിഗണിച്ച് പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 250 കോടി അനുവദിക്കും. സർ, അധ്യയനം, അധ്യാപനം, അറിവുൽപാദനം എന്നിവയ്ക്കപ്പുറം അറിവിന്റെ പ്രയോഗത്തിനും കൂടി മുൻഗണന കൊടുക്കുന്ന തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുകയാണ്. AI പ്രോസസർ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഇതിനകം 16 പേറ്റന്റുകൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. സർ, 250 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കും. 3 പ്രാദേശിക കേന്ദ്രങ്ങൾ ആരംഭിക്കും. സ്ഥിരം സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് 10 കോടി രൂപ വകയിരുത്തി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടിയാൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ PhDക്ക് ചേരാനാകും. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയ്ക്ക് 71 കോടിയുടെ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമാക്കും. സർവകലാശാലയുടെ കീഴിൽ 3 മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കും. കാലിക്കറ്റ് സർവകലാശാലയിൽ വിജ്ഞാന കേന്ദ്രം. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിന് 1 കോടി രൂപ അനുവദിച്ചു. പൊതുവിദ്യാഭ്യാസത്തിന് 1032.62 കോടി വകയിരുത്തി. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് 10 കോടി. സ്കൂളുകളിലെ അക്കാദമിക് നിലവാരം ഉയർത്തും. ഓരോ ജില്ലയിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. കൈറ്റ് പദ്ധതിക്കായി 38.5 കോടി. സ്കൂൾ ആധുനികവൽക്കരണത്തിന് 31 കോടി രൂപ വകയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രാദേശിക വിനോദസഞ്ചാര വികസന പദ്ധതികൾ കൊണ്ടുവരും. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തും. വിനോദസഞ്ചാര മേഖലയിൽ 5000 കോടിയുടെ വികസന പദ്ധതി നടപ്പാക്കും. വിനോദസഞ്ചാര മേഖലയിൽ 351 കോടി രൂപ അനുവദിച്ചു. ഗതാഗത മേഖലയ്ക്ക് 1976 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. ഗ്രാമീണ റോഡുകൾക്ക് 1000 കോടി, KSRTCക്ക് പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ 92 കോടി ഉൾപ്പെടെ 128.54 കോടി, സംസ്ഥാന പാതാ വികസനത്തിന് 75 കോടി, തുറമുഖ വികസനത്തിനും കപ്പൽ ഗതാഗതത്തിനും 74.7 കോടി, കൊല്ലം തുറമുഖ വികസനത്തിന് തുക വകയിരുത്തി. തുറമുഖങ്ങൾക്ക് 5 കോടി. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് 1.88 കോടിയും കൊച്ചിൻ ഷിപ്പ്യാർഡിന് 500 കോടിയും നൽകും. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്റ്റാർട്ടപ്പ് മിഷൻ വഴി 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ടുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. മേക്ക് ഇൻ കേരള പദ്ധതിക്കായി 1829 കോടി രൂപ വകയിരുത്തി. 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിക്കും. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ആവിഷ്കരിക്കുമെന്നും പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്. സ്റ്റാർട്ടപ്പ് മിഷന് 90.52 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 5000 കടന്നു. ടെക്നോ പാർക്കിന് 27.4 കോടി രൂപ അനുവദിച്ചു. കയർ ഉൽപ്പന്ന മേഖലയ്ക്ക് 107.64 കോടി, ഖാദി വ്യവസായത്തിന് 14.8 കോടി, KSIDCക്ക് 127.5 കോടി, കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനത്തിന് 30 കോടി, കൈത്തറി മേഖലയ്ക്ക് 51.8 കോടി അനുവദിച്ചു. വർക്ക് ഫ്രം ഹോം വ്യാപിപ്പിക്കുന്നതിന് വർക്ക് പോഡുകൾ സ്ഥാപിക്കും. കായിക മേഖലയിൽ 10,000 തൊഴിലവസരം സൃഷ്ടിക്കും. കായിക ഉച്ചകോടിയിലൂടെ 5000 കോടി നിക്ഷേപം സമാഹരിക്കും. കാർഷിക മേഖലയിൽ 2.36 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്കിന് 35 കോടി, സംസ്ഥാന വ്യാപകമായി ലീഡ് സെന്റർ തുടങ്ങാൻ 10 കോടി, 2000 വൈഫൈ പോയിന്റുകൾക്ക് 25 കോടിയും വകയിരുത്തി. കേരളത്തെ റോബോട്ടിക് ഹബ്ബാക്കി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. ഈ ജൂലൈയിൽ നിർമ്മിത ബുദ്ധി കോൺക്ലേവ് നടത്തും. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് 1 കോടി അനുവദിച്ചു. മറൈൻ ഡ്രൈവിൽ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം നിർമ്മിക്കാൻ 2150 കോടി വകയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലൈഫ് പദ്ധതിയിൽ 2 വർഷം കൊണ്ട് 10,000 കോടി രൂപ ചെലവഴിക്കും. ഭവന നിർമ്മാണ മേഖലയ്ക്ക് 57.62 കോടി, MN ലക്ഷം വീട് പുനർനിർമ്മാണത്തിന് 10 കോടി രൂപയും അനുവദിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 48.85 കോടി വകയിരുത്തി. ചന്ദനത്തടികൾ മുറിക്കുന്നതിന് ഇളവുകൾ വരുത്തും. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൈഗർ സഫാരി പാർക്ക് ആരംഭിക്കും.
വിഴിഞ്ഞം തുറമുഖം മെയ് മാസത്തിൽ തുറക്കും. വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഹബ്ബാക്കി മാറ്റും. വിഴിഞ്ഞത്തിന് സമഗ്ര പുനരധിവാസ പാക്കേജ്, പ്രദേശവാസികൾക്ക് നൈപുണ്യ വികസന പദ്ധതി എന്നിവ യാഥാർത്ഥ്യമാക്കും. വിഴിഞ്ഞത്ത് നിക്ഷേപത്തിനായി മാരിടൈം ഉച്ചകോടി സംഘടിപ്പിക്കും. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കും. പ്രവാസി മലയാളികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർ, വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം മെയ് മാസത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ വ്യാപാര ഭൂപടത്തെ മാറ്റിവരയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ചുരുങ്ങിയത് 2 പതിറ്റാണ്ടിൻ്റെയും കാലതാമസം ഉണ്ടായി എന്നത് നാം വിസ്മരിക്കരുത്. ഇനി സമയനഷ്ടം സംഭവിക്കരുതെന്ന ദൃഢനിശ്ചയത്തോടെയാണ് സർക്കാർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സർ, 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിഴിഞ്ഞത്ത് പുരോഗമിക്കുന്നത്. ആദ്യത്തേത് തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ്. രണ്ടാമത്തേത് അനുബന്ധ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമാണ്. തുറമുഖ നിർമ്മാണത്തിന് കരാറാകുന്നതിന് ഏറെ മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നതുകൊണ്ട് അസാധാരണമായ വേഗത്തിൽ എല്ലാ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കൂട്ടി. ഗൾവനേജ് ഫീസ് ഇനത്തിൽ 200 കോടി രൂപ സമാഹരിക്കും. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരുടെ തീരുവ കൂട്ടി. യൂണിറ്റിന് 15 പൈസയായി വർദ്ധിപ്പിച്ചു. 1,78,655 കോടി രൂപ വരവും 1,84,327 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. റവന്യൂ കമ്മി 27,846 കോടിയും ധനക്കമ്മി 44,529 കോടിയുമാണ്. നികുതി വരുമാനത്തിൽ 7,845 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി പറഞ്ഞു. കിഫ്ബി ഉൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ 34,530 കോടിയുടെ വകയിരുത്തലുണ്ട്. 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് അവതരണം പൂർത്തിയായതോടെ നിയമസഭ പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. നാളെ മുതൽ 11 വരെ സഭ ചേരില്ല. 12 മുതൽ 15 വരെയാണ് ബജറ്റ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരുന്നു. ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് മുന്നോടിയായി പാർട്ടിയുടെ എല്ലാ അംഗങ്ങളും സഭയിൽ ഹാജരാകുന്നതിന് BJP വിപ്പ് നൽകി. ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ ഇന്ന് വിശ്വാസ വോട്ട് തേടും. 2 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിനും ഗവർണറുടെ അഭിസംബോധനയോടെ തുടക്കമാകും. വിശ്വാസ വോട്ടിൽ പങ്കെടുക്കാൻ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കേരള പോലീസിൽ പുതുതായി രൂപീകരിച്ച സൈബർ ഡിവിഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. രാവിലെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലാണ് ഉദ്ഘാടന ചടങ്ങ്. രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിലൊന്നായി തെരഞ്ഞെടുത്ത കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ പവിത്രത ധനകാര്യമന്ത്രി നഷ്ടപ്പെടുത്തിയെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബജറ്റിന് ഒരു വിശ്വാസ്യതയുമില്ലെന്നും പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റാക്കി ബജറ്റിനെ മാറ്റിയെന്നും VD സതീശൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യത ധനമന്ത്രി നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി NDA സംഘടിപ്പിക്കുന്ന പദയാത്ര നാളെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തും. ചിന്നക്കടയിലെ പൊതുസമ്മേളനത്തിന് ശേഷം നടക്കുന്ന പദയാത്ര മാടൻ നടയിൽ സമാപിക്കും. NDA ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും അണിനിരക്കും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കും. മത, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുമായി സ്നേഹസംഗമവുമുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 166 പോയിന്റ് നേട്ടത്തിൽ 72,252 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 74 പോയിന്റ് നേട്ടത്തിൽ 21,929 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 46,360 രൂപയും ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 5,795 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ, മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വിജയപ്രതീക്ഷ. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 399 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 198 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ മേഖലകളിൽ സമഗ്ര മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് 1,698 കോടി രൂപ, റബ്ബറിന്റെ താങ്ങുവില 170 നിന്ന് 180 വർദ്ധിപ്പിച്ചു. ക്ഷേമ പെൻഷൻ വർധനയില്ല. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു.
പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി പരിഗണനയിൽ. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകും. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 250 കോടി, AI സാങ്കേതിക സാക്ഷരതയ്ക്ക് 1 കോടി, വിനോദസഞ്ചാര മേഖലയ്ക്ക് 351 കോടി, മേക്ക് ഇൻ കേരളയ്ക്ക് 1829 കോടി, 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ, കായിക മേഖലയിൽ 10,000 തൊഴിലവസരങ്ങൾ. അടുത്ത വർഷത്തോടെ കേരളം അതിദരിദ്രമുക്തമാകുമെന്ന് KN ബാലഗോപാൽ. യാഥാർത്ഥ്യ ബോധമില്ലാത്ത ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരുന്നു. ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.